നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വരരുചിയുടെ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറയിപ്പെറ്റ പന്തിരുകുലം. മഹാദേവൻ്റെ ഗണങ്ങളിൽ ഗണനായകനായ പുഷ്പദന്തൻ പാർവതി ദേവിയുടെ ശാപം കൊണ്ട് ഒരു മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അദ്ദേഹമാണ് വരരുചി. അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയായ ഗുണയുടെ തന്നെ ഒരു അവതാരമായ പഞ്ചമിയെ വിവാഹം ചെയ്ത് 12 കുട്ടികളുണ്ടായി. 12 പേരെ 12 സ്ഥലത്ത് 12 കുലത്തിൽ വളർന്നു. അതാണ് പറയിപ്പെറ്റ പന്തിരുകുലം. ഇതിൽ ഇന്ന് പറയുന്നത് പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ അഗ്നിഹോത്രിയെപ്പറ്റി പറഞ്ഞു. തൃത്താല ഭാരതപ്പുഴയെ ഗതി മാറി ഒഴുകാൻ പ്രാപ്തനായ ഒരു അഗ്നിഹോത്രിയായിരുന്നു മൂത്ത മകൻ, വരരുചിയുടെ മൂത്ത മകൻ. അടുത്ത മകനായ നാറാണത്ത് പ്രാന്തനെ പറ്റി പറയുകയാണ്. നാറാണത്ത് പ്രാന്തൻ എന്ന് പറയും അദ്ദേഹത്തെ. അത് നാറാണത്ത് എന്ന് പറയുന്നത് ആ കുട്ടി വളർന്നത്, രണ്ടാമത്തെ മകനായ ആ ഉണ്ണി വളർന്നത് നാറാണത്ത് എന്ന് പറയുന്ന ഒരു ഇളയതിൻ്റെ ഭവനത്തിലാണ്. അവിടുത്തെ ഒരു ഇളയതായിട്ട് വളർന്ന നാറാണത്തെ ഭ്രാന്തൻ എന്നുള്ള അർത്ഥത്തിൽ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുകയാണ്. ഇദ്ദേഹത്തെ പറ്റി ഒരു കഥയുണ്ട്. ഇദ്ദേഹം തിരുവേഗപ്പുറ എന്ന് പറയുന്ന രായരമല്ലി മലയുടെ മുകളിലായിട്ട് ഇന്നും നാറാണത്ത് ഭ്രാന്തൻ്റെ ഒരു ക്ഷേത്രമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അഗ്നിഹോത്രിയുടെ ഭവനത്തിൽ വച്ച് എല്ലാ മക്കളും ഒരുമിച്ച് കൂടി അച്ഛനമ്മമാരുടെ നിര്യാണത്തിന് ശേഷം അവരുടെ ശ്രാദ്ധം മുട്ടാൻ കൂടാറുണ്ട്. അപ്പോൾ ബ്രാഹ്മണർക്കൊക്കെ ഈ മറ്റുള്ളവരെ പറയനും പാക്കനാരേയും ഉപ്പുകുരനും ഗണകനും പെരുന്തച്ഛനും ഒക്കെ കൂടെ അവരുടെയൊക്കെ ശ്രാദ്ധ കൂട്ടുക എന്ന് പറയുന്നത് ഒരു പോരായ്മയായി തോന്നിയത്. അപ്പോൾ അവർക്കൊക്കെ അഗ്നിഹോത്രി എന്നെ തൊട്ടുകൊണ്ട് എൻ്റെ അനുജന്മാരെ നോക്കൂ എന്ന് പറഞ്ഞ് ഓരോരുത്തരെയും കാണിച്ചു കൊടുത്തപ്പോൾ എല്ലാവരും തന്നെ ശംഖ്, ചക്രം, ഗദ, പത്മം എന്നിവ 4 തൃക്കൈകളിലും ഈ വിധത്തിലുള്ള അലങ്കാരത്തോടുകൂടി മഹാവിഷ്ണുവിനെയാണ് കണ്ടത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒന്നേയുള്ളൂ, മഹാവിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ് വരരുചിയുടെ മക്കളായ പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ എല്ലാ നായകന്മാരും. എല്ലാവർക്കും ഒരേപോലെ അംശാവതാരമാണ്. ഈ അംശാവതാരത്തിൽ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന ഇളയതിൻ്റെ ഭവനത്തിൽ വളർന്ന ദിവ്യനെയാണ് നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്നത്. നാറാണത്ത് തമ്പുരാൻ എന്നുള്ളത് പറയും. വാസ്തവത്തിൽ അദ്ദേഹത്തെ വിളിക്കാറ് എല്ലാവരും നാറാണത്തെ തമ്പുരാൻ എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ജോലി എന്തായിരുന്നു എന്ന് വിചാരിച്ചാൽ, അദ്ദേഹം ഇങ്ങനെ രാവിലെ ഒരു സഞ്ചാരിയായിരുന്നു. രായിരമല്ലി മലകളുടെ അടിവശത്തേക്ക് നടക്കും. അവിടെ ചെന്നിട്ട് സാമാന്യം വലിയ ഒരു കല്ല് എടുത്ത് ഉരുട്ടി, രാവിലെ തൊട്ടങ്ങോട്ട് ഉരുട്ടി മുകളിലേക്ക് കയറ്റി കൊണ്ടുപോകും. ഉച്ച തിരിഞ്ഞൊരു 3 മണി 4 മണിയാകുമ്പോഴേക്കും രായിരമല്ലി മലയുടെ മുകളിലേക്ക് ഈ കല്ലെത്തിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞ് പാടുപെട്ട് മലമുകളിലെത്തിയ ഈ വലിയ ഉരുണ്ട പാറ അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞാൽ ഈ നാറാണത്തെ തമ്പുരാൻ ഉരുട്ടി താഴേക്ക് അങ്ങോട്ട്. അപ്പോൾ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗത്തോളമുള്ള അധ്വാനം അവിടെ ചെന്ന് ഒരു നിമിഷം കൊണ്ട് അങ്ങോട്ട് തകർക്കുകയാണ്. ഇതിൽ നിന്നും മനുഷ്യൻ്റെ പ്രയത്നം നിഷ്പ്രഭമായി പോകുന്ന ഒരു കാര്യമാണ് കാണുന്നത്. അതായത് എത്ര രാജകീയ സുഖഭോഗങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനും എത്ര കഷ്ടപ്പെട്ട് വെളിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനും മരണപ്പെടേണ്ട സമയം വന്നാൽ മരണപ്പെടുക തന്നെ ചെയ്യും എന്ന ഒരു വലിയ പാഠം നാറാണത്ത് തൻ്റെ ജീവിതത്തിലൂടെ മാലോകർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ നാറാണത്തിൻ്റെ ഊണ്, ഉറക്കം, താമസം ഇത്യാദി കാര്യങ്ങൾക്കൊന്നും സ്ഥിരമായിട്ടൊരു സ്ഥലമില്ല നാറാണത്ത് തമ്പുരാന്. അദ്ദേഹം ഒരു ദിവസം ചെന്ന് പെട്ടതൊരു ചുടലക്കാടെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മരണശേഷം ശവശരീരങ്ങളൊക്കെ ദഹിപ്പിക്കുന്ന ഒരു വെളിപ്രദേശം, അതിന് ചുടലക്കാടെന്നാണ് പറയുക.
അവിടെ ഈ ചുടലക്കാട്ടിലെ ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞാൽ രാത്രി പാതിരയാകുമ്പോൾ ആ ചുടലക്കാടിൻ്റെ ഉടമസ്ഥ ആയിട്ട് ചുടലയക്ഷി എന്ന് പറയും, ചുടലക്കാളി എന്നൊക്കെ പറയും. അവർ വന്ന് നൃത്തം ചെയ്യും എന്നാണ് പറയുക. പക്ഷേ നാറാണത്ത് തമ്പുരാൻ ഒരു ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ ചുടല ചുറ്റും 2-3 ശവങ്ങളൊക്കെ ദഹിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് സ്വതവേ ഇടത് കാലിൽ ഒരു മന്ദരൂകിയാണ് അദ്ദേഹം. ഇടത് കാലിൽ നല്ല വണ്ണത്തിൽ മന്തുണ്ട്. ഈ പകലൊക്കെ ഇങ്ങനെ നടക്കണ കാരണം ഈ മന്ത് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ കാലിൽ നിന്ന് വല്ലാത്ത വേദന, വെള്ളം ഒലിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള വിഷങ്ങളുണ്ട്. അപ്പോൾ ഈ ശവം ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ചുടയുടെ അടുത്തേക്ക് കാല് നീട്ടി വെച്ചിരിക്കും. ഒരു ചൂട് തട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ വേദനയ്ക്കൊക്കെ ഒരാശ്വാസം കിട്ടുമായിരുന്നു. അത് ആ ചുടലക്കാട്ടിൽ അദ്ദേഹത്തിന് അങ്ങനെ ഒരാശ്വാസം കിട്ടി. അപ്പോഴേക്കുമാണ് ചുടലയക്ഷിയുടെ നൃത്തത്തിന് വന്നത്. മനുഷ്യർ കാണലെ ചുടല നൃത്തം ചെയ്യാൻ പാടില്ല അവർക്ക്. അപ്പോൾ ഈ മനുഷ്യനാണെങ്കിൽ ഒട്ടും പോകുന്നുമില്ല. ചുടലയിൽ നിന്ന് തന്നെ 2 വിറകൊക്കെ എടുത്ത് അന്ന് ഭിക്ഷാടനത്തിന് കിട്ടിയ കുറച്ച് അരി ഒരു പാത്രത്തിലാക്കി അടുപ്പത്ത് വച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കി കുടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് നാറാണത്ത്. ഇദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തികളും നടപ്പും ആകാരമൊക്കെ കണ്ടിട്ട് ചിലരൊക്കെ അദ്ദേഹത്തെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയും. നാറാണത്ത് തമ്പുരാൻ കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും കാലിന് ഇങ്ങനെ ചൂട് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചുടലയക്ഷികളുടെ വരവ്. അവർ വന്ന് നൃത്തം വയ്ക്കാൻ നിങ്ങളൊന്ന് പോകൂ, ഇവരെ പേടിപ്പിച്ച് നോക്കി നൃത്തം ചെയ്തോളൂ വയ്ക്കാൻ വന്നേക്കണോ ഞങ്ങൾ. നിങ്ങളുടെ നൃത്തം നടന്നോട്ടെ, നിങ്ങൾക്ക് പേടിയാവും ഞങ്ങളുടെ നൃത്തം കണ്ട, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്നും പറഞ്ഞ് നാറാണത്ത് അവിടെ തന്നെ ഇരുന്നു. അവർ നൃത്തം തുടങ്ങി. അവർക്ക് പറ്റണില്ല എന്ത് ചെയ്താൽ. ഒടുവിൽ നാറാണത്തിനോട് പറഞ്ഞു, ഞാനൊരു വരം തരാം, എന്നാൽ തന്നെയെങ്കിലും പോകുമെന്ന് ചോദിച്ചു. വരം? എന്തിനാ വരം? എനിക്കെന്ത് വരം എന്ന് പറഞ്ഞു. അല്ല, എന്നാലെങ്കിലും നിങ്ങൾ ഇവിടുന്ന് മാറണം, എന്നിട്ട് വേണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി ചെയ്യാൻ എന്ന് പറഞ്ഞു. എന്ത് വരം? എനിക്ക് 2 ദിവസം ആയുസ് കൂട്ടിത്തരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് പറ്റില്ല. ഒരാളുടെ ആയുസ് നീട്ടാനും കുറയ്ക്കാനും ഒന്നും ഞങ്ങളെക്കാവില്ല, അതിനൊന്നും ഞങ്ങളെ കൊണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് പറ്റും? എൻ്റെ ഇടത്തെ കാലിലുള്ള മന്ത് ഒന്ന് വലത്തെ കാലുമല്ലിക്കാക്കി തരാൻ പറ്റുമോ? അത് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു വരം കൊടുത്തിട്ടാണ് അവിടുന്ന് അവിടെ ഈ ചുടലയക്ഷികൾ അവരുടെ നൃത്തം പൂർത്തിയാക്കി പോയത് എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. നൃത്തമോ കച്ചേരിയോ എന്ത് നടത്തുകയാണെങ്കിൽ എനിക്ക് വിരോധമില്ല. നിങ്ങൾ ഇവരുടെ നൃത്തം കണ്ടു കഴിഞ്ഞാൽ ഒട്ടും നന്നായില്ല കേട്ടോ എന്നും പറഞ്ഞ് എന്തിനു പറയണു. ഇനി ദേവയാമ 3 യാമങ്ങളുള്ളതിൽ ദേവയാമകാലത്ത് ഈ ചുടലയക്ഷികൾക്ക് നിൽക്കാൻ പറ്റില്ല. അങ്ങനെ ഈ നാറാണത്തിന് ഒന്നിനും സാധിച്ചില്ല. തൻ്റെ ജീവിതം നീട്ടാനോ കുറയ്ക്കാനോ ഒന്നും ഇവർക്ക് പറ്റില്ല. അപ്പം നാറാണത്തിനെ പറ്റി പൊതുവെ പറയാറുണ്ട്, നാറാണത്ത് ഭ്രാന്തനാണോ അതോ സിദ്ധനാണോ എന്നിങ്ങനെ പറയാറുണ്ട്. നാറാണത്തിൻ്റെ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു തടവിലിട്ട ഒരു കാഞ്ഞിരമരം ഇന്നും രായിരമല്ലി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നുണ്ട്. ആ കാഞ്ഞിരെന്ന് പറഞ്ഞാൽ നല്ല കയ്പുള്ള മര, അതിൻ്റെ ഇലയും വേരും കായും സർവ്വതും കായ്ക്കണതാണ്. പക്ഷേ ഈ നാറാണത്തിന് ചങ്ങലക്കിട്ട് പൂട്ടിയിരുന്ന ആ കാഞ്ഞിരമരത്തിൻ്റെ ഇലകൾക്കും കായിനുമൊന്നും കയ്പില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഒരു ചങ്ങല ആ കാഞ്ഞിരത്തിന് ചുറ്റുമായിട്ട് ഉണ്ടെന്ന് ഉണ്ട്. അതിങ്ങനെ വൃക്ഷത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ ചങ്ങലയുടെ വണ്ണം പോരാതെ വന്നു. അപ്പോൾ ഈ മരത്തിൻ്റെ ഉള്ളിലേക്ക് ചങ്ങല പൂണ്ട് പോയിക്കൊണ്ടാണ് ആ കാഞ്ഞിരമരത്തിൻ്റെ വളർച്ച. നാറാണത്ത് ക്ഷേത്രത്തിലെ രായിരമല്ലി മലകളുടെ മുകളിലുള്ള, വാസ്തവത്തിൽ അവിടെ അതൊരു ശിവക്ഷേത്രമാണ്. അതിൽ ഉപദേവനായിട്ട് ഐതിഹ്യങ്ങളനുസരിച്ച് നാറാണത്ത് ഒരുപാട് കാലം ജീവിച്ചിരുന്നൊരു സ്ഥലമാണ്. ഇന്നും ആണ്ടിലൊരിക്കൽ രായിരമല്ലി മലകളിലേക്ക് നാറാണത്ത് തമ്പുരാൻ കല്ലുരുട്ടിക്കൊണ്ടുപോയതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ധാരാളം തീർത്ഥാടകരെ ആ മല കയറി പോകുന്ന ഒരു കഥയൊക്കെയുണ്ട്. അതുകൊണ്ട് പറയിപ്പറ്റ പന്തിരൂലത്തിലെ 2ാമത്തെ പുത്രനായ നാറാണത്തിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. ഈ നാറാണത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്കിനി മറ്റൊരിക്കൽ മനസ്സിലാക്കാം. ഇത്രയൊക്കെ തന്നെയുള്ളൂ. അദ്ദേഹം
ഒരു ജീവിതത്തിൽ അധികമായി നമ്മളുടെ അധ്വാനം മുഴുവൻ, ഒരു ദിവസം മുഴുവനുള്ള അധ്വാനം ഒരു നിമിഷം കൊണ്ട് നിഷ്ഫലമാക്കാൻ കഴിയും എന്നുള്ള പാഠം നാറാണത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്രയും പറഞ്ഞ് നാറാണത്തിനെ വന്ദിച്ചുകൊണ്ട് ഞാൻ നാറാണത്തിൻ്റെ കഥ അദ്ദേഹത്തിനായി തന്നെ സമർപ്പിക്കുന്നു. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. നാറാണത്തിൻ്റെ കഥ കൂടുതൽ നമുക്ക് ഇനിയും അന്വേഷിച്ച് മനസ്സിലാക്കാം. എനിക്കറിയാമെങ്കിൽ ഇനിയൊരവസരത്തിൽ ഞാൻ പറയുകയും ചെയ്യാം.